ഗേൾസ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. മക്കളെ, എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. നമ്മളിതാ നേരെ ക്രിസ്മസ് എക്സാമിലേക്ക് പോവാണ് അല്ലേ. നിങ്ങൾ +2 ബോർഡ് എക്സാമിന് മുന്നേ അത്യാവശ്യം എല്ലാ കോൺസെപ്റ്റുകളും ചാപ്റ്റേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു എക്സാമാണ് ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. കാരണം കുറേ കോൺസെപ്റ്റുകൾ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കുന്നതാണ്. ഇത് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത്. മോഡൽ എക്സാമിനും ബോർഡ് എക്സാമിനും ഇത്രയും ചാപ്റ്റേഴ്സ് എങ്ങനെ നമ്മൾ പഠിച്ചു തീർക്കും, ഒരു ചാപ്റ്റർ ഞാൻ എത്രത്തോളം കൂടുതൽ എഫേർട്ട് ഇടാം എന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് ആയിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബയോടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. അതായത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ചാപ്റ്ററും ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുണ്ട്. അത് കൂടാതെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ചാപ്റ്റർ വെയിറ്റിംഗ് ഉള്ളത് ഇക്കോസിസ്റ്റം ആണ്. ഇക്കോസിസ്റ്റം നിങ്ങൾക്ക് ബോർഡ് എക്സാമിലേക്ക് പഠിക്കാൻ വരുന്നതാണ്. അപ്പം 5 ചാപ്റ്റർ ബോട്ടണിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് കൂടാതെ ആപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന ചാപ്റ്ററിന് അത്യാവശ്യം നല്ല വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കണം. ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത്, ഇത് ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിൽ അഗ്നി ബാച്ചിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ മെഗാ 30 ഓഫർ നടക്കുകയാണ് കേട്ടോ. ഈ ഓഫറും കൂടെ നിങ്ങൾ ആക്സസ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യാം, എൻഡ് ഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഓഫർ നടക്കുന്ന കാര്യം മറക്കണ്ട, വീക്കം തന്നെ ജോയിൻ ചെയ്തോളാം. അപ്പോൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ബയോടെക്നോളജിന്റെ പ്രിൻസിപ്പിൾസ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി? അതായത് ഒരു മോഡേൺ ബയോടെക്നോളജി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 2 കോർ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, 2 മെയിൻറ്റെനൻസ് ഓഫ് സ്റ്റെറൈൽ കണ്ടീഷൻ അല്ലെങ്കിൽ സ്റ്റെറൈൽ ആംബിയൻസ് എന്ന് നമ്മൾ പറയും. ഒന്ന് DNA RNA നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കെമിക്കലി ഒന്ന് ഓൾട്ടർനേഷൻ നടത്തുകയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹോസ്റ്റ് ഓർഗാനിസം ടു ചേഞ്ച് ദ ഫീനോടൈപ്പ്. ഇതിൻ്റെ ഫീനോടൈപ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫീനോടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിലുള്ള ഫീനോടൈപ്പ് മാറ്റി ഓർഗാനിസത്തിൽ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണെന്ത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമതായിട്ട് മെയിൻറ്റെനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ്. നമ്മൾ ഏത് ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രിപ്പറേഷൻസ് നടത്തുകയാണെങ്കിലും ബയോടെക്നോളജി നടത്തുകയാണെങ്കിലും ഇതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്, ജീനിലാണ് ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ ഒരു തരത്തിലും നമ്മുടെ ആ ഒരു പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാൻ പാടില്ല. അതുകൊണ്ട് സ്റ്റെറൈൽ ആംബിയൻസിൽ വേണം നമ്മൾ കൾച്ചർ ചെയ്യാൻ. സോ ഇറ്റ് ഈസ് നെസസറി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ് ഫോർ ഗ്രോയിങ് ഓൺ ദിസ് ഡിസൈഡ് മൈക്രോബ്സ് ഓർ യൂക്കാരിയോട്ടിക് സെൽ ഇൻ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മാനുഫാക്ചർ ഓഫ് ആൻറ്റിബയോട്ടിക് വാക്സിൻസ്, എൻസൈംസ് എക്സെട്ര. ഈ വാക്സിൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുന്ന പ്രോസസ്സ്, എൻസൈം പ്രിപ്പറേഷൻ ഒക്കെ ആണെങ്കിലും അതിനെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റെറൈൽ ആംബിയൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് 2 കോർ ടെക്നിക് ഓഫ് മോഡേൺ ടെക്നോളജി. ദെൻ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വാട്ട് ഈസ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, RDNA ടെക്നോളജി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഇറ്റ് ഈസ് ജോയിനിങ് ടുഗെദർ ഓഫ് DNA molecules from 2 different species. Recombined DNA molecules is inserted into a host organism to produce new genetic combination that are of value to science, medicine, agriculture and industry. അപ്പം നമ്മൾ RDNA ടെക്നോളജി എന്ന് പറയുമ്പോൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയാണ്. ഇവിടെ എന്താ പ്രത്യേകത? ഇറ്റ് ഈസ് ദി ജോയിനിങ് ടുഗെദർ ഓഫ് DNA molecules from 2 different species. 2 ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ക്വാളിറ്റി ഒന്നിച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് recombinant DNA technology. Recombined DNA molecule is inserted into a host organism. ഈ recombined ആയിട്ടുള്ള DNA നമ്മൾ ഹോസ്റ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു and we produce new genetic combination that are of value of science, medicine, agriculture and industry. അഗ്രികൾച്ചറിൽ ബെനിഫിറ്റ് ഉള്ളത് അല്ലെങ്കിൽ മെഡിസിന് ഇമ്പോർട്ടൻസ് ഉള്ളത്, ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെല്ലാം നമ്മൾ ഈ RDNA ടെക്നോളജി വഴി അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം അതാണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ റീകോമ്പിനൻ്റ് DNA molecule. എങ്ങനെയാണ് DNA molecule ഉണ്ടാക്കുന്നതെന്നാണ്. The construction of the first recombinant DNA emerged from possibility of linking a gene encoding antibiotic resistance with a native plasmid that is autonomously replicating circular extrachromosomal DNA. നിങ്ങളോട് മറ്റൊരു ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്, വാട്ട് ഈസ് എ പ്ലാസ്മിഡ് എന്ന്. നമ്മൾ ബാക്ടീരിയയുടെ സെല്ലൊക്കെ +1 പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ബാക്ടീരിയയുടെ സ്ട്രക്ചർ പ്രൊക്കാരിയോട്ടിക് സെല്ല് പഠിക്കുന്നതാണ്. അവിടെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ്
സർക്കുലാർ എക്സ്ട്രാ ക്രോമസോമൽ DNA. അതാണ് നമ്മളിവിടെ RDNA ടെക്നോളജിയിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ സാൽമണല്ല ടൈഫീരിയത്തിൻ്റെ പ്ലാസ്മിഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന DNA നമ്മൾ എന്ത് ചെയ്യാണ്, ലിങ്ക് ചെയ്തിട്ടാണ് RDNA ഉണ്ടാക്കുന്നത്. ആൻഡ് സ്റ്റാൻലി കോഹർ ആൻഡ് ഹെർബർട്ട് ബോയർ, ഈ ആൾക്കാരുടെ പേര് മറന്നു പോകരുത്, accomplished this in 1972 by isolating an antibiotic resistance gene by cutting out the piece of DNA from a plasmid which was responsible for conferring antibiotic resistance. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമായി സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയറാണ് എന്ത് ചെയ്തത്, 1972 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ആദ്യമായി ചെയ്ത സയൻറ്റിസ്റ്റുകളാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി ഈ ജനറ്റിക്കലി മോഡിഫൈങ് ആൻ ഓർഗാനിസം ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു, ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് എ ഡിസൈറബിൾ ജീൻ. നമ്മൾ ആദ്യം ഏത് ജീനാണ് നമുക്ക് വേണ്ട ഡിസൈഡ് ജീൻ ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് DNA ഇൻ ടു ഹോസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ DNA നമ്മുടെ ഹോസ്റ്റിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. മൂന്നാമത്തേത് മെയിൻറ്റെനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ദ DNA ഇറ്റ്സ് പ്രോജനി. അപ്പം ഈ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റിൻ്റെ മെയിൻറ്റെനൻസ് നമ്മൾ നോക്കണം. ട്രാൻസ്ഫർ ഓഫ് DNA ട്രാൻസ്ഫർ ചെയ്ത DNA അതിൻ്റെ പ്രൊജനിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം GMO, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഇത്തരത്തിൽ ബയോടെക്നോളജിയിൽ വളരെയധികം അഗ്രികൾച്ചറിലൊക്കെ ആണെങ്കിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒന്നാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് നമ്മൾ പറയുന്നത് GMO. ഇനി GMO ക്രോപ്സിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ, ഹൗ ഇസ് എ കോപ്പി നമ്പർ ഓഫ് പ്ലാസ്മിഡ് വെക്ടർ and yield of the recombinant protein related to each other. അതായത് the copy number of plasmid vector is directly related to the yield of recombinant protein. Higher the copy number of vector plasmid, greater is the copy number of gene. Consequently, the yield of recombinant protein is higher amount. അപ്പോൾ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, കോപ്പി നമ്പർ കൂടുന്നുണ്ട്, അതിനനുസരിച്ച് തന്നെ റീകോംബിനന്റ് പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും റിലേറ്റഡ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം കോപ്പി നമ്പർ ഓഫ് പ്ലാസ്മിഡ് വെക്ടർ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ yield ഓഫ് റീകോംബിനന്റ് പ്രോട്ടീൻ. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൂൾസ് ഓഫ് റീകോംബിനന്റ് DNA. ഇതിലെല്ലാ ടൂൾസ് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതിൽ തന്നെ നെയിമിങ് എങ്ങനെയാണ്, ഏതൊക്കെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, ഫസ്റ്റ് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻസൈം ഏതാണ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ DNA ലീക്കേജ് എൻസൈം, പോളിമറൈസ് എൻസൈംസ്, വെക്ടേഴ്സ്, ഹോസ്റ്റ് ഓർഗാനിസം. അപ്പോൾ ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മൾ DNA അല്ലെങ്കിൽ ഈ പറയുന്ന റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ DNA കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ ഇൻ 1963 the enzyme responsible for restricting the growth of bacteriophage E. coli were isolated. One of these adds methyl groups of DNA, other cut DNA. അപ്പം ചിലത് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന DNAയിലേക്ക് ഓരോന്നിനെ ഓരോ സെഗ്മെന്റിനെ ആഡ് ചെയ്യും, ചിലത് കട്ട് ചെയ്യും. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഹൈൻഡ് 2. ഇതാ ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ. ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന ഹൈൻഡ് 2 ആണ്. ഇറ്റ് ഓൾവേസ് കട്ട് DNA molecule at a particular point by recognizing a specific sequence of 6 base pairs, and this is known as recognition sequence of hind 2. ഹൈൻഡ് 2ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. DNAയിലെ സ്പെസിഫിക് ലൊക്കേഷനിൽ പോയിട്ട് ഇപ്പം നമ്മൾ GAATTZ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ തന്നെ പോയി കട്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ഹൈൻഡ് 2-നുണ്ട്. ടുഡേ മോർ ദാൻ 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് ഹാവ് ബീൻ ഐസൊലേറ്റഡ് ഫ്രം ഓവർ 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. അപ്പം അത്രത്തോളം റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് എക്സോ ന്യൂക്ലിയസ് എന്നും ഒന്ന് ഒന്ന് എൻഡോന്യൂക്ലിയസ്. പേരിൽ തന്നെ നിങ്ങൾക്കുണ്ട്. എക്സോ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ആണ്, അതായത് ന്യൂക്ലിയോടൈഡ്സിൻ്റെ എൻഡ് കട്ട് ചെയ്യുന്നു. എക്സിറ്റ് പോർഷൻ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോൾ ഹൈൻഡ് 2 ചെയ്യുന്നത് പോലെ റെസ്ട്രിക്ഷൻ സൈറ്റിൽ പോയിട്ട് പ്രത്യേകം സ്പെസിഫിക് പൊസിഷനിൽ പോയിട്ട് DNA ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ബൈൻഡ് ടു സ്പെസിഫിക് റിക്കഗ്നേഷൻ സീക്വൻസ് ഓഫ് ദി DNA ആൻഡ് കട്ട് ദ 2 സ്ട്രാൻഡ്സ് അല്ലേ, രണ്ടിൻ്റെയും പ്രത്യേക സ്ട്രാൻഡിൽ പോയി കട്ട് ചെയ്യാൻ കഴിവുണ്ട് എങ്കിൽ അതാണെന്ത്, എൻഡോന്യൂക്ലിയസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും കണ്ടോ. എൻഡോന്യൂക്ലിയസ് ഒരു സ്പെസിഫിക് സൈറ്റിൽ പോയി കട്ട് ചെയ്യും. എക്സോന്യൂക്ലിയസ് എന്ന് പറയുന്നതോ, എക്സോന്യൂക്ലിയസ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും എക്സിറ്റ് പൊസിഷനിൽ പോയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെക്കണം. റിക്കഗ്നൈഷൻ സൈറ്റിൽ പോയി കട്ട് ചെയ്യുന്നത് എൻഡോന്യൂക്ലിയസ് ആണ്, എക്സിറ്റ് റീജിയനിൽ കട്ട് ചെയ്യുന്നത് എക്സോന്യൂക്ലിയസുമാണ്. ഇനി
അടുത്തത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോമൻക്ലേച്ചർ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹൈൻഡിറ്റി, ഇക്കോ-R1 എന്നൊക്കെ പറയുന്ന എൻസൈംസിന് പേരെങ്ങനെയാണ് കൊടുക്കുന്നത്? ഇത് നിങ്ങളോട് പല തവണ ചോദ്യം വന്നിട്ടുണ്ട്, ഇനിയും ചോദിക്കും, അതുകൊണ്ട് പഠിച്ചോളാം. ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ദി ജീനസ് ആൻഡ് സെക്കൻഡ് ടു ലെറ്റർ ഇൻഡിക്കേറ്റ് ദ സ്പീഷീസ് ഓഫ് പ്രൊകാരിയോട്ടിക് സെൽ ഫ്രം വിച്ച് ദേ വർ ഐസൊലേറ്റഡ്. ഇക്കോ-R1 comes from Ico-RY13 and the order in which enzymes were isolated from the strain of bacteria. അപ്പം ബാക്ടീരിയയിൽ നിന്നും ആദ്യത്തെ നമ്മൾ പറയുന്നു, ഇപ്പം Ico-R1 ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ Ico-R1 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. Ico-R1 എടുക്കുമ്പോൾ ആദ്യത്തെ 2 ലെറ്റർ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ജീനസ്, സെക്കൻഡ് 2 ലെറ്റർ ഇൻഡിക്കേറ്റ് ദ സ്പീഷീസ്. ഇ എന്ന് പറയുന്നത് ഈസ്റ്ററേഷ്യ കോളൈൻ്റെ ഇ ജീനസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. കോളൈ എന്ന് പറയുന്ന സ്പീഷീസ് ലെറ്ററിൻ്റെ ആദ്യത്തെ 2 ലെറ്റർ ആണ് ഇത് കോ എന്ന് പറയുന്നത്. ദെൻ ആർ എന്ന് പറയുന്നതോ ദ Ico-R1 comes from Ico-RY13 where R is the strain. എത്രാമത്തെ സ്ട്രെയിനിൽ നിന്നാണ്, ഏത് സ്ട്രെയിനിൽ നിന്നാണ് നമ്മൾ എടുത്തത്, ആൻഡ് എത്രാമത്തെ കളക്ഷൻ അല്ലെങ്കിൽ ദ ഓർഡർ ഇൻ വിച്ച് എൻസൈംസ് വർ ഐസൊലേറ്റഡ് ഫ്രം ദ സ്ട്രെയിൻ, ആ സ്ട്രെയിനിൽ നിന്നും എത്രാമത്തെ ഓർഡറിലാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തത്, അതാണ് റോമൻ ലെറ്ററിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ Ico-R1 എന്നും ഹൈൻഡ് 2 എന്നൊക്കെ പേര് കൊടുക്കുന്നത്. സോ റെസ്ട്രിക്ഷൻ എൻസൈം ബിലോങ് ടു ദ ക്ലാസ് ഓഫ് ന്യൂക്ലിയേസസ്. ഇതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ് ഓഫ് എൻസൈം ആണ്, അത് ന്യൂക്ലിയേസസ് ആണ്. ദെൻ എൻഡോന്യൂക്ലിയസ് ആൻഡ് എക്സോന്യൂക്ലിയസ് ഫംഗ്ഷൻ പഠിച്ചു വെക്കണം. Each restriction endonuclease can bind to specific recognition sequence of DNA, cut each of 2 strands at specific point in their sugar phosphate backbone. അപ്പം നോമൻക്ലേച്ചർ നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ ഈ പിക്ചർ ഉണ്ടല്ലോ, ഈ ഡയഗ്രാം തന്നിട്ടും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വെക്ടർ DNA ഉണ്ട്. ഈ റെഡ് കളറിൽ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലുള്ളത് വെക്ടർ DNA ആണ്, റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ഫോറിൻ DNA. അപ്പം രണ്ടിൻ്റെയും സ്റ്റിക്കി എൻസ് കണ്ടോ, ഈ സ്റ്റിക്കി എൻസ് ആണ് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത് ഏത് എൻസൈം വഴിയാണ്? DNA ലീക്കേസ് വെച്ചിട്ടാണ്. DNA ലീക്കേസ്. അപ്പം രണ്ടും കട്ട് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ടാണ്. അതേസമയം രണ്ടിനെയും കൂടെ സ്റ്റിക്ക് ചെയ്ത് റീകോമിനന്റ് DNA ഫോം ചെയ്യുന്നത് DNA ലീക്കേസ് എൻസൈം വഴിയാണ്. അപ്പം എൻസൈമും അതിൻ്റെ ഫങ്ഷൻസും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ഫോറിൻ DNA, വെക്ടർ DNA സെയിം സ്ട്രക്ചർ തന്നെയാണ്. നിങ്ങൾ ഈ ഡയഗ്രാം എന്തായാലും പഠിച്ചു വെക്കണം. ഇവിടെ എൻസൈം കട്ട് ബോത്ത് DNA സ്റ്റാൻഡ്സ് അറ്റ് ദി സെയിം സൈഡ്. Ico-R1 കട്ട് DNA ബിറ്റ്വീൻ ബേസസ് G and A only when the sequence GAATTC is present in the DNA. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു സ്പെസിഫിക് സീക്വൻസിൽ ആ സൈറ്റിൽ പോയിട്ടേ കട്ട് ചെയ്യുള്ളൂ. അതും കൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ ഓരോന്നിനും ഓരോ സൈറ്റ് ഉണ്ട്. Ico-R1 ഒരു സൈറ്റ് ഉണ്ട്, ഹൈൻഡ് 2 ഒരു സൈറ്റ് ഉണ്ട്, അതുപോലെ കേട്ടോ. ഇനി the palindrome in DNA is a sequence of base pair that read the same on 2 strands 5' to 3' and 3' to 5' direction. പാലിൻഡ്രോമിക് സീക്വൻസ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കും. നമ്മളിപ്പോൾ മലയാളം എഴുതുന്നു, മലയാളം MALAYALAM, ലെഫ്റ്റ് എന്ന് വായിച്ചാലും റൈറ്റ് എന്ന് വായിച്ചാലും ഒരേപോലെ നമുക്ക് ലെറ്റേഴ്സ് കാണാം. മോം MOM കണ്ടോ? ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാലും ഒരേ ലെറ്റേഴ്സ് കാണുന്നതിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. സോ GAATTC ഇവിടെ തന്നിട്ടുള്ളതും ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. നിങ്ങളോട് ചെയ്യുമ്പം പാലിൻഡ്രോമിക് സീക്വൻസ് എന്താണെന്നും അതിന് എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചാൽ ഈ എക്സാമ്പിൾ പഠിച്ചാൽ മതി. GAATTC 5' to 3' GAATTC, ഇപ്പുറത്ത് 3' to 5' CTTAAG എന്ന് വരും. സോ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ദ സ്റ്റാൻഡ് എ ലിറ്റിൽ away from center of palindrome site but between same 2 bases on the opposite strand. This leaves single strand overhanging structures at the end. They are called sticky end, form H bond with their complementary counterpart. അപ്പം സ്റ്റിക്കി എൻസ് എന്ന് പറഞ്ഞാൽ ഈ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ പോയിട്ടല്ല, കുറച്ചുകൂടെ ആ സൈറ്റിൻ്റെ ഇപ്പുറത്തുനിന്ന് കട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഭാഗം ഇങ്ങനെ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് കിടക്കും. അതിനെയാണ് നമ്മൾ സ്റ്റിക്കി എൻഡ് എന്ന് പറയുന്നത്. കാരണം ലിഗേസസ് വെച്ച് ഇതിനെ കൂട്ടി യോജിക്കുമ്പം ആ സ്റ്റിക്കി എൻസ് വെച്ചിട്ടാണ് ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നത്. വെൻ കട്ട് ദ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം റിസൾട്ടന്റ് DNA ഫ്രാഗ്മെന്റ് ഹാവ് സെയിം കൈൻഡ് ഓഫ് സ്റ്റിക്കി എൻഡ്. ദീസ് ആർ ജോയിൻഡ് ബൈ DNA ലീക്കേസ്. അപ്പം കട്ട് ചെയ്ത ഈ സ്റ്റിക്കി എൻസ് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ജോയിൻ ചെയ്യുന്നത് DNA ലീക്കേസ് എന്ന എൻസൈം വഴിയാണ്. അതാണ് നമ്മൾ 2 എൻസൈം പഠിക്കുന്നത്. ഒന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ജനറ്റിക് സിസർ എന്ന് പറയും. ജനറ്റിക് സിസർ എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്, അല്ലെങ്കിൽ എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറഞ്ഞാലും മതി. എൻഡോ ആണെങ്കിലും എക്സോ ആണെങ്കിലും കറക്റ്റാണ്. റെസ്ട്രിക്ഷൻ എൻസൈം, റെസ്ട്രിക്ഷൻ എൻസൈമാണ്.
അതേസമയം ജനറ്റിക്സ് ഗ്ലൂ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അത് DNA ലിഗേസ് ആണ്. ഓക്കെ ആണല്ലോ, ഇത് മറന്നു പോകരുത്. അപ്പോൾ DNA ligase are molecular glues. Molecular glues, they bind molecule together. DNA ligase bind to DNA fragments. അപ്പോൾ ലിഗേസ് എൻസൈം ആണ് ജോയിൻ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കാം. പിന്നെ മറ്റൊരു എൻസൈം DNA polymerase ആണ്. ദീസ് ആർ എൻസൈം വിച്ച് ഹെൽപ്പ് ഇൻ ദ റെപ്ലിക്കേഷൻ ഓഫ് DNA. DNA റെപ്ലിക്കേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് DNA polymerase എന്ന് പറയുന്ന എൻസൈം. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോണിംഗ് വെക്റ്റർ. ക്ലോണിംഗ് വെക്ടറാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന ഒരു PBR 322 എന്ന വെക്ടറാണ്. അതിൻ്റെ മേജർ ഫീച്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് they should have an origin of replication. Sequence from where replication start. Piece of DNA linked to ORI replicate with host cell. Control copy numbers of linked DNA. So getting many copies, their target DNA should be cloned in a vector whose origin support high copy number. അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോണിംഗ് വെക്ടറിൽ എന്തായിരിക്കണം, ഒരു ഒറിജിൻ സൈറ്റ് വേണം. റെപ്ലിക്കേഷൻ ബിഗിൻ ചെയ്യാനുള്ള ഒരു ഒറിജിൻ സൈറ്റ് വേണം. രണ്ടാമതായിട്ട് പറയുന്നത് സെലക്ടബിൾ മാർക്കറാണ്. It helps to select the transformants and eliminate the non-transformant. DNA ligation നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ റീകോമിനന്റ് DNA നടന്നു കഴിയുമ്പോൾ എത്രത്തോളം റീകോമിനൻസ് അല്ലെങ്കിൽ എത്രത്തോളം അവിടെ ട്രാൻസ്ഫോർമെൻറ്റ്സ് ഉണ്ട്, എന്തൊക്കെ നോൺ ട്രാൻസ്ഫോർമെൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ടബിൾ മാർക്കർ ഉള്ളത്. ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയർ ഇൻ വിച്ച് പീസ് ഓഫ് DNA introduced in the host bacterium, process by which bacteria takes up foreign DNA as transformation. So selectable markers of E. coli include genes encoding the resistance to antibiotic like ampicillin and chloramphenicol, tetracycline or kanamycin etc. Normal E. coli cells do not carry resistance against any of these antibiotics. അപ്പം റെസിസ്റ്റൻസ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെലക്ടബിൾ മാർക്കേഴ്സ് വെച്ചിട്ട് ഏതാണ് ട്രാൻസ്ഫോർമൻസ് എന്ന് നമുക്ക് നോൺ ട്രാൻസ്ഫോർമൻസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് ഡെഫിനറ്റ് ആയിട്ട് ക്ലോണിംഗ് സൈറ്റുകൾ ഉണ്ടാവണം. ടു ലിങ്ക് ദ ഏലിയൻ DNA vector needs few recognition site for restriction enzyme. Presence of more than one recognition site generates several fragments which complicate gene cloning. So the ligation of alien DNA is carried out at restriction site present in one of two antibiotic resistant gene. Ligation of foreign DNA BAM-H1 site of tetracycline resistant gene in the vector PBR 322. The recombinant plasmid lose tetracycline resistant due to insertion of foreign DNA. അപ്പോൾ ഇതുപോലത്തെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീന് വെച്ചിട്ട് അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പുതിയ ജീൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ടെട്രാസൈക്ലിൻ മീഡിയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോണിംഗ് സൈറ്റ് വെച്ചിട്ട് ഏതൊക്കെയാണ് ട്രാൻസ്ഫോർമൻസ് ഏതൊക്കെയാണ് റീകോമിനൻസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് എക്സാമ്പിളായിട്ട് പഠിക്കേണ്ട PBR 322 എന്ന ക്ലോണിംഗ് വെക്ടർ. ഓർത്ത് വെക്കുക, ഇവിടെയാണ് ROP ഉള്ളത്, ഇവിടെ CLA1 and 3 BAM-H1 SAL1 എന്നൊക്കെ നിങ്ങൾക്ക് ക്ലോണിംഗ് സൈറ്റുകൾ കാണാം. They can be selected out from non-recombinant ones by plating the transformants on an ampicillin containing medium. അപ്പോൾ ampicillin containing medium ഉള്ളത് കൊണ്ട് തന്നെ ampicillin resistant gene വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ദീസ് ട്രാൻസ്ഫോർമൻസ് ആർ ട്രാൻസ്ഫേർഡ് ഓൺ ടെട്രാസൈക്ലിൻ മീഡിയം. റീകോമിനന്റ് ഗ്രോ ഇൻ ആംബിസിലിൻ മീഡിയം ബട്ട് നോട്ട് ഇൻ ടെട്രാസൈക്ലിൻ മീഡിയം. കാരണം എന്താ, ടെട്രാസൈക്ലിനുള്ള ഈ പൊസിഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനുള്ള ഈ പൊസിഷനിലേക്കാണ് നമ്മൾ പുതിയതിനെ ഇൻസേർട്ട് ചെയ്ത ജീനിനെ. അതുകൊണ്ട് ആ ബാക്ടീരിയത്തിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു റീകോമിനന്റ് DNA നമ്മൾ ടെട്രാസൈക്ലിൽ ഇട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ദ ട്രാൻസ്ഫോർമൻസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ടെട്രാസൈക്ലിൻ മീഡിയം. റീകോമിനന്റ് ഗ്രോ ഇൻ ആംബിസിലിൻ മീഡിയം ബട്ട് നോട്ട് ഇൻ ടെട്രാസൈക്ലിൻ. സോ നോൺ റീകോമിനന്റ് വിൽ ഗ്രോ ഓൺ മീഡിയം കണ്ടെയ്നിങ് ബട്ട് ബോത്ത് ദ ആൻറ്റിബയോട്ടിക്. അപ്പോൾ ആംബിസിലിനും ടെട്രാസൈക്ലിലും ഗ്രോ ചെയ്യുന്നത് നോൺ റീകോമ്പിനൻസ് ആണ്. ആംബിസിലിൽ മാത്രം വളരുന്നു, ടെട്രാസൈക്ലിൽ വളരുന്നില്ല എങ്കിൽ അത് റീകോമ്പിനൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം റീകോമ്പിനൻറ്റിൻ്റെ അവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മളിപ്പം ഇതാണ് നമ്മുടെ ക്ലോണിംഗ് വെക്ടർ എങ്കിൽ ക്ലോണിംഗ് വെക്ടറിന് ഇവിടെ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനുണ്ട്, ഇവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനുണ്ട്. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിനെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഇവിടേക്കാണ് നമ്മുടെ പുതിയ ജീൻ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനുണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനില്ല. അപ്പം ഇത് നമ്മുടെ എന്താണ്, റീകോമ്പിനൻ്റ് ആയി. ഇതാണ് റീകോമ്പിനൻ്റ് DNA. ഇനി ഇത് ഇൻസേർട്ട് ചെയ്യാത്തതിൽ രണ്ടും ഉണ്ട്, ആംബിസിലിൻ റെസിസ്റ്റൻറ്റും ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റും ഉണ്ട്. അപ്പം നമ്മൾ ഈ രണ്ടെണ്ണത്തിനെയും നമ്മൾ എവിടെ ഇട്ടു, ആംബിസിലിൻ മീഡിയത്തിലും ഇട്ടു, ടെട്രാസൈക്ലിൻ മീഡിയത്തിലും ഇട്ടു.
അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രണ്ടിടത്തും നമ്മൾ മീഡിയത്തിലിട്ടു, രണ്ട് മീഡിയത്തിലും സർവൈവ് ചെയ്യും. ആംബിസൈലിയത്തിലും ടെട്രാസൈക്കിളിലും, അതായത് ഈ റോസ് കളർ ഉള്ളിടത്ത് ടെട്രാസൈക്കിൾ റെസിസ്റ്റൻറ്റ് ജീൻ ഇല്ല. അതുകൊണ്ട് ഈ ഒരു ജീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഈ ഹോസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ആംബിസിലിൽ വരും, ടെട്രാസൈക്കിളിൽ വളരില്ല. അതേസമയം നോൺ റീകോമ്പിനൻറ്റ്, ഇതിപ്പോൾ റീകോമ്പിനൻറ്റ് DNA ആണ്, ഈ നോൺ റീകോമ്പിനൻറ്റ് എന്ത് ചെയ്യും, ടെട്രാസൈക്കിളിൽ വരും, ആംബിസെല്ലിലും വളരും. കാരണം എന്താ, ഇവിടെ രണ്ടിടത്തും ആ ജീനുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് നോൺ റീകോമ്പിനൻസിനെയും റീകോമ്പിനൻസിനെയും ഈ ക്ലോണിംഗ് വെക്ടേഴ്സ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അതിനാണ് ആ ജീൻസ് അല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടർ അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റ് ക്ലോണിംഗ് വെക്ടറിൽ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ക്ലോണിംഗ് സൈറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. സെലക്റ്റബിൾ മാർക്കർ ഉണ്ടെങ്കിലേ നമുക്ക് റീകോമ്പിനൻസിനെയും അല്ലെങ്കിൽ ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. പിന്നെ എന്താണ്, ഒറിജിനൽ റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരു ക്ലോണിംഗ് വെക്ടറിൽ നിർബന്ധമായിട്ട് വേണം. ഇനി സെലക്ഷൻ ഓഫ് റീകോമ്പിനന്റ് ഡ്യൂ ടു ഇനാക്ടിവേഷൻ ഓഫ് ആന്റിബയോട്ടിക് റിക്വയർ സൈമൾട്ടേനിയസ് പ്ലേറ്റിംഗ് ഓൺ 2 plates having different antibiotic. Therefore, alternative selectable marker have developed which differentiate recombinant from non-recombinant on the basis of their ability to produce color in the presence of chromogenic substance. അപ്പോൾ chromogenic substance വെച്ച് നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് recombinant DNA inserted with the coding sequence of an enzyme beta galactosidase. So enzyme is inactivated. അപ്പോൾ beta galactosidase ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ enzyme inactivated ആണ്. It is called insertional inactivation. അപ്പം ഇവരിൽ റീകോമ്പിനൻസ് ഏതാണ്, നോൺ റീകോമ്പിനൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത് ഇൻസേർഷണൽ ഇൻആക്ടിവേഷൻ. അപ്പം ഇതും കൂടെ ഓർത്ത് വെക്കുക. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോമോജനിക് സബ്സ്റ്റൻസ് ആണ്. സോ such colony do not produce any color. These are identified as the recombinant colony. ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നടന്നു കഴിയുമ്പോൾ ക്രോമോജനിക് സബ്സ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റീകോമ്പിനന്റ് കോളനീസ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല, they do not produce color. And if plasmodium bacteria have no insert, it gives blue colored colony in the presence of chromogenic substance. അപ്പം ഇവർ റീകോമ്പിനന്റ് DNA അല്ല എങ്കിലോ അവിടെ ക്രോമോജനിക് സബ്സ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോൺ റീകോമ്പിനന്റ് ആണ്, നോ കളർ ആണെങ്കിൽ അത് റീകോമ്പിനന്റും ആണ്. അങ്ങനെ നമുക്ക് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ മെത്തേഡ് വഴി ക്രോമോജനിക് സബ്സ്റ്റൻസ് വെച്ചിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ റീകോമ്പിനന്റ് പ്രൊഡ്യൂസ് വൈറ്റ് കോളനീസ് വൈൽ നോൺ റീകോമ്പിനന്റ് പ്രൊഡ്യൂസ് ബ്ലൂ കോളനീസ്. ഇതാണ് അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിനും വേണ്ടി നമുക്ക് പലതരത്തിലുള്ള ടൂൾസുകളുണ്ട്. സോ ജനറ്റിക് ടൂൾസ് ഓഫ് സം പാത്തജൻ ക്യാൻ ട്രാൻസ്ഫോർഡ് ഇൻ ടു യൂസ്ഫുൾ വെക്ടർ ഫോർ ഡെലിവറിംഗ് ഏജൻറ്റ്സ് ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. Agrobacterium tumefaciens, a pathogen of many dicot, can deliver piece of DNA to transform normal plant into a tumor. These tumor cells produce chemicals required by pathogen. Tumor-inducing plasmid of Agrobacterium tumefaciens is modified into a cloning vector and not pathogenic to plant but is able to use mechanism to deliver genes of interest into plant. Agrobacterium tumefaciens വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ പ്ലാന്റ് സെൽസ് ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് പാത്തജൻ ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്, അതായത് ആ പ്ലാന്റിന് ഒരു ഗുണം മീൻസ് ഒരു ദോഷം വരുത്താതെ തന്നെ എന്ത് ചെയ്യാം, നമുക്കിതിൽ വെക്ടറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ റിട്രോ വൈറസസ് ഞാൻ ആനിമൽസ് ക്യാൻ ട്രാൻസ്ഫോം നോർമൽ സെൽ ഇൻ ടു ക്യാൻസറസ് സെൽ, സോ ദേ ആർ യൂസ് ടു ഡിസൈറബിൾ ജീൻസ് ഇൻ ആനിമൽ സെൽ. ഇപ്പോൾ റിട്രോ വൈറസും നമുക്കതിൽ എടുക്കാവുന്നതാണ്. അഗ്രോബാക്ടീരിയ ട്യൂമിഫേഷ്യൻസ്, ദെൻ റിട്രോ വൈറസ്. പിന്നെ കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റീകോമ്പിനന്റ് DNA. DNA is hydrophilic molecule, so it cannot pass through cell membrane of the bacteria. ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് ബാക്ടീരിയൻ്റെ ഉള്ളിലൂടെ പോകത്തില്ല. സോ ടു അവോയ്ഡ് ദിസ് പ്രോബ്ലം ബാക്ടീരിയൽ സെൽസ് ആർ ട്രീറ്റഡ് വിത്ത് എ സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലന്റ് കാറ്റയോൺ. ഡൈവാലന്റ് കാറ്റയോൺ അല്ലെങ്കിൽ കാൽഷ്യം വെച്ച് നമ്മളതിനെ ട്രീറ്റ് ചെയ്യും. ഡൈവാലന്റ് കാറ്റയോൺ കാൽഷ്യം വെച്ച്. സോ DNA എൻ്റർ ദ ബാക്ടീരിയ ത്രൂ പോഴ്സ് ഇൻ ദ സെൽ വോൾ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, സെൽ വോളിലെ പോഴ്സ് ഉണ്ടാക്കിയിട്ട് അവർ കയറും. ആൻഡ് സച്ച് സെൽസ് ആർ ഇൻക്യുബേറ്റഡ് വിത്ത് റിക്കോമ്പിനന്റ് DNA ഓൺ ഐസ്, ദെൻ ദേ ആർ പ്ലേസ്ഡ് ബ്രീഫ്ലി അറ്റ് 42 degrees Celsius. അപ്പം ഹീറ്റ് ഷോക്ക് കൊടുത്തിട്ടും കയറ്റാം. ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഹൈഡ്രോഫിലിക് മോളിക്യൂളാണ്, അപ്പോൾ കയറാൻ പറ്റത്തില്ല. അപ്പോൾ കയറാൻ വേണ്ടി നമ്മൾ ഡൈവാലന്റ് കാറ്റയോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽഷ്യം പോലത്തെ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ട് പോഴ്സ് ഉണ്ടാക്കിയിട്ട് കയറും. രണ്ടാമത് നമ്മൾ ഹീറ്റ് ഷോക്ക് കൊടുത്തിട്ട് കയറും. ആൻഡ് പുട്ട് ദം ബാക്ക് ഓൺ ഐസ്. This enable bacteria to take up the recombinant DNA. അപ്പോൾ ഹീറ്റ് ഷോക്ക് വെച്ചിട്ട് നമ്മൾ പിന്നെ ഐസിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിനെ കയറ്റാൻ പറ്റും. ഈ രണ്ട് മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് റീകോമ്പിനന്റ് DNA ചെയ്യാം. ഇനി അതർ മെത്തേഡ് ടു ഇൻട്രൊഡ്യൂസ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. വെക്ടർ മെത്തേഡ് ഉണ്ട്, മെത്തേഡ് ഓഫ് ജീൻ ട്രാൻസ്ഫർ.
ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിലൊക്കെ വല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. റീകോംബിനന്റ് DNA ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആനിമൽ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, DNA ഒരു മൈക്രോ ഇഞ്ചക്ഷൻ വഴി ഇത് നേരെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നു. അങ്ങനെ നമുക്ക് DNA ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടാമത്തേത് ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗണ്ണാണ്. സെൽസ് ആർ ബോംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കോട്ടഡ് വിത്ത് DNA ആൻഡ് ദിസ് മെത്തേഡ് ഇസ് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ജീൻ ഗൺ. ജീൻ വെച്ചിട്ട് നമ്മൾ ഹൈ വെലോസിറ്റിയിൽ മൈക്രോ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ബോംബാർഡ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടങ്സ്റ്റൺ കോട്ടഡ് അല്ലെങ്കിൽ ഗോൾഡ് കോട്ടഡ് ആയിട്ട് DNA ഇതിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മൂന്നാമത്തേത് ഡിസാംഡ് പാത്തജൻ വെക്ടറാണ്, വിച്ച് ദെൻ അഫക്ട് സെൽ ട്രാൻസ്ഫർ ദ റീകോംബിനന്റ് DNA ഇൻ ദ ഹോസ്റ്റ്. പാത്തജൻ ഡിസാംഡ് ആണ്, എന്നിട്ട് എന്ത് ചെയ്യും, അത് സെല്ലിലേക്ക് ഇൻഫെക്ട് ചെയ്ത് അതിലൂടെ നമ്മൾ റീകോംബിനന്റ് DNA കടത്തിവിടും. ഇങ്ങനെയാണ് വെക്ടർലെസ് മെത്തേഡ് പറയുന്നത്. ഓക്കെ, ഇനി ഈ എഗാറോ ജെൽ ഇലക്ട്രോഫോറസിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആൻസർ പറയുമെന്ന് നോക്കണം. ഐഡൻറ്റിഫൈ ദ മിസ്സിംഗ് ഫീച്ചർ ഓഫ് ക്ലോണിംഗ് വെക്ടർ. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു ക്ലോണിംഗ് വെക്ടർ ആയാൽ അതിന് 3 ഫീച്ചേഴ്സ് വേണം എന്നുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു, അതിന് റിക്കഗ്നീഷൻ സൈറ്റ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈംസ് വേണം, ക്ലോണിംഗ് സൈറ്റുകൾ വേണം, സെലക്ടബിൾ മാർക്കർ വേണം, പിന്നെ കൂടാതെ എന്ത് വേണം, ഇറ്റ് നീഡ്സ് ഒറിജിൻ ഓഫ് എ റെപ്ലിക്കേഷൻ, അല്ലേ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും ORI സൈറ്റ് വേണം. ഇതാണ് ക്ലോണിംഗ് വെക്ടറിന്റെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ചൂസ് ദ കറക്റ്റ് ആൻസർ. DNA fragments with the same kind of sticky ends can be joined by. Same kinds of sticky endsനെ ജോയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്, ജെനറ്റിക് ഗ്ലൂ ആണ്, DNA ലീക്കേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ലീക്കേജ്. അടുത്തത് ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റഡ്. ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണെന്നാണ്, നമ്മുടെ HIND 2 ആണ്, അല്ലേ. ദെൻ നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് റീകോംബിനന്റ് പ്രോട്ടീൻ. കുറേ എമൗണ്ടിൽ റീകോംബിനന്റ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഏതാണെന്നാണ്, അത് നമ്മുടെ ബയോ റിയാക്ടറാണ്, നമ്മളത് പഠിക്കും. ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡന്റിഫൈ ദ ക്ലോണിംഗ് വെക്ടർ, റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ക്ലോണിംഗ് വെക്ടർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്. ഈ ഒരു ക്ലോണിംഗ് വെക്ടറിനെ നമ്മൾ എന്താ പറയുക, PBR 322 എന്നാണ്. ആൻഡ് 3 സൈറ്റുകൾ ഇതിനുണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്ടബിൾ മാർക്കർ, ക്ലോണിംഗ് സൈറ്റ്. വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ വി വിഷ്വലൈസ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്? ഹൗ ക്യാൻ വി വിഷ്വലൈസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് കൂടാതെ തന്നെ ഇതാ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒബ്സർവ് ദ ഗിവൻ വാല്യൂ. ഇത് 3 മാർക്കിൻ്റെയാണ്, നേരത്തെ 2 മാർക്കിൻ്റെയാണ്. നെയിം ദ ടെക്നിക് ഇല്ലസ്ട്രേറ്റഡ്. ഈ ഫിഗർ തന്നിട്ട് ടെക്നിക്ക് ഏതാണെന്ന് ചോദിക്കാം. അത് കൂടാതെ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ത്രൂ ദിസ്. ഇതിന്റെ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് അറിയണ്ടേ, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റൂ. സോ സെപ്പറേഷൻ ആൻഡ് ഐസൊലേറ്റഡ് ഓഫ് DNA ഫ്രാഗ്മെന്റ്. DNA സെപ്പറേഷൻ നടത്തുന്ന പ്രോസസ്സാണ് അഗാറോ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ആൻഡ് DNA ഫ്രാഗ്മെന്റ് ഫോംഡ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ എ ടെക്നിക് കോൾഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഈ ഫ്രാഗ്മെന്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മളൊരു ജെൽ മീഡിയം എടുക്കും, എഗാറോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ് വെക്കുന്നത് കാണാം. ആൻഡ് DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഈ സാമ്പിൾ വെൽസിലാണ് നമ്മൾ DNAൻ്റെ സാമ്പിൾ ഡ്രോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇലക്ട്രിക് പവർ സപ്ലൈ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇതൊരു സീവിങ് മെത്തേഡായിട്ടാണ് ഈ ഒരു മീഡിയം ആക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് അതിൻ്റെ സൈസ് അനുസരിച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ DNA മൂവ് ചെയ്ത് ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യും, ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ സൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ DNA fragments are negatively charged, so they can be separated by moving them towards anode under electric field through medium agarose.
ശരിക്കും ഒരു ആൽഗയാണ്. ആൻഡ് DNA ഫ്രാഗ്മെന്റ് സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദർ സൈസ് ത്രൂ സീവിംഗ് എഫക്ട് പ്രൊവൈഡഡ് ബൈ അഗാറോസ് ജെൽ. അപ്പോൾ അഗാറോസ് ജെല്ലാണ് ഒരു സീവിംഗ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്മോളർ സൈസ്ഡ് ഫ്രാഗ്മെന്റ് മൂവ് ഫാർദർ. സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആഫ്റ്റർ സ്റ്റെയിനിങ് ദ DNA വിത്ത് എഥിഡിയം ബ്രോമൈഡ് ഫോളോഡ് ബൈ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. ബ്രൈറ്റ് ഓറഞ്ച് കളർ DNA ബോൺസ് ക്യാൻ ബി സീൻ. ഇവിടെ എഥിഡിയം ബ്രോമൈഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഈ ഇലക്ട്രിക് പവർ സപ്ലൈ ചെയ്തപ്പോൾ നെഗറ്റീവ് പോസ്റ്റിലേക്ക് ഫ്രാഗ്മെൻറ്റഡ് ആയി. ഇനി നമുക്കതിനെ റിമൂവ് ചെയ്യും വേണം. അപ്പം സെപ്പറേറ്റ് DNA ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് വിഷ്വലൈസ് ചെയ്യണം, കാണണം. കാരണം എന്താ, DNA നമുക്ക് കളർലെസ് ആയിട്ട് വളരെ മൈക്രോ ആയിട്ടേ കാണാൻ പറ്റും. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റെയിനിങ് മെത്തേഡ് ചെയ്യും. അപ്പോൾ എഥിഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മളത് UV റേഡിയേഷനിലേക്ക് പ്രസൻറ്റ് ചെയ്യും. അപ്പം അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ എഥിഡിയം ബ്രോമൈഡ് ആണ്. എന്നിട്ട് നമ്മൾ UV റേഡിയേഷനിലേക്ക് അത് എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ബ്രൈറ്റ് ഓറഞ്ച് കളറിലാണ് നമുക്കത് കാണാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് കാണാൻ പറ്റും അണ്ടർ UV റേഡിയേഷൻ. എന്നിട്ടോ ഈ സെപ്പറേറ്റഡ് DNA bands are cut out from agarose gel, extracted from gel piece. അപ്പോൾ ആ അഗാറോസ് ജെല്ലിലാണ് സെപ്പറേറ്റ് ആയി കിടക്കുന്നത്. അത് നമ്മൾ കട്ട് ഔട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് എല്യൂഷൻ ആണ്. അപ്പോൾ വൺ വേർഡിനും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് എല്യൂഷൻ എന്താണെന്ന് ചോദിക്കാം. ആൻഡ് ദീസ് പ്യൂരിഫൈഡ് DNA ഫ്രാഗ്മെന്റ്സ് ആർ യൂസ്ഡ് ഇൻ കൺസ്ട്രക്ടിങ് റീകോമിനന്റ് DNA ബൈ ജോയിനിങ് ദം വിത്ത് ക്ലോണിംഗ് വെക്ടർ. ഇതാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? DNA ഫ്രാഗ്മെന്റ്സ് കൺസ്ട്രക്ടിങ് റീകോമിനന്റ് DNA. ഡിസൈഡ് ജീനെ എടുത്ത് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മൾ റീകോമിനന്റ് DNAയിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി isolation of genetic material. To get pure DNA, bacterial cells or plant or animal tissues are treated with enzymes such as lysozyme, cellulase, chitinase, and cell is broken to release DNA along with other macromolecule. ഒരു സെല്ലിൽ നിന്ന് നമുക്ക് DNA എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടണം, വേണ്ടേ? അപ്പം അതാണ് ആദ്യത്തെ പ്രോസസ്സ്, ഐസൊലേഷൻ അല്ലേ. നമ്മൾ ആദ്യം സെലക്ഷൻ ഓഫ് ദ ഡിസൈഡ് ജീനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഈ സെല്ലിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആദ്യം ആ സെല്ലിൻ്റെ വോളിനെ ഡീഗ്രേഡ് ചെയ്യാൻ സെല്ലുലേസ് യൂസ് ചെയ്യും. പിന്നെ സെൽ മെംബ്രെയിൻ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ കുറേ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് വെച്ചിട്ടാണ് സെല്ലിനെ കംപ്ലീറ്റ് ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ള RNA, പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ലിപ്പേസ് ഒക്കെ എന്ത് ചെയ്യും, ബാലൻസ് നിൽക്കും. Okay, എന്നിട്ടോ genes are intertwined with proteins such as histone. RNA is removed by treating with ribonuclease. Ribonuclease treat ചെയ്യുമ്പോൾ RNA സെപ്പറേറ്റ് ചെയ്യാം. ആൻഡ് പ്രോട്ടീൻസ് ആർ റിമൂവ്ഡ് ബൈ ട്രീറ്റ്മെൻറ്റ് വിത്ത് പ്രോട്ടീസ് എൻസൈം വെച്ചിട്ട് പ്രോട്ടീനെയും ഒഴിവാക്കാം. അപ്പോൾ DNA എന്ന് പറയുമ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീനോട് കൂടെ ചേർന്നിട്ടാണ് കിടക്കുന്നത്. RNA റൈബോന്യൂക്ലിയസ് വെച്ച് ഒഴിവാക്കി, ഹിസ്റ്റോൺ പ്രോട്ടീസ് വെച്ച് ഒഴിവാക്കി. സോ അതർ മോളിക്യൂൾസ് ആർ റിമൂവ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ എൻസൈമൽ ആക്ഷൻ നടത്തിയിട്ടാണ് നമ്മൾ DNA എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. When chilled ethanol is added, purified DNA precipitate as a collection of the threads in the suspension. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിൽഡ് എത്തനോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്യൂരിഫൈഡ് ആയിട്ടുള്ള DNA ത്രെഡ്സ് ഇങ്ങനെ കിട്ടാൻ തുടങ്ങും. അപ്പം ഇത്തരത്തിൽ സ്പൂളിംഗ് മെത്തേഡൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യുക. എന്നിട്ട് കട്ടിങ് ദ DNA at സ്പെസിഫിക് ലൊക്കേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ പഠിച്ച ടൂൾസ് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യും. എന്നിട്ടോ അഗാറോസ് ജെൽ ഇലക്ട്രോസോറസിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മൾ ഉണ്ടാക്കും. മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മൾ PCR വെച്ചിട്ട് ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യും. DNA is negatively charged, move towards anode, process repeated in the vector DNA. After cutting the source DNA, vector DNA, cut out genes of interest from the source DNA, cut vector are mixed and ligase is added. This create recombinant DNA. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ഔട്ട് ചെയ്തെടുത്തതിനെ പിന്നെ പ്ലാസ്മിഡുമായിട്ട് ജോയിൻ ചെയ്ത് റീകോമിനന്റ് DNA പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസൈഡ് ജീനെ എടുത്താൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കണം. ആ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത് PCR ടെക്നിക്കിലൂടെയാണ്. ദാറ്റ് മീൻസ് ദ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. Polymerase chain reaction synthesis of multiple copies of the gene of interest. നമുക്ക് വേണ്ട ഡിസൈഡ് ജീനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു, സെലക്ട് ചെയ്തു, ഐസൊലേറ്റ് ചെയ്തു, അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കി നമുക്ക് പലതരത്തിലുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്ക് ചെയ്യാം. അപ്പം അതിനു വേണ്ടി അതിന് ആംപ്ലിഫിക്കേഷൻ നടത്തുന്നതാണിത്. Two set of primers, enzyme DNA polymerase. Primers, small chemically synthesized oligonucleotides, are complementary to the region of DNA. Primers വെച്ചിട്ടാണ് നമ്മൾ റെപ്ലിക്കേഷൻ തുടങ്ങുന്നത്. ഇതിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം. ആൻഡ് എൻസൈം എക്സ്റ്റെൻഡ് പ്രൈമർ യൂസിങ് ന്യൂക്ലിയോടൈഡ് ജീനോമിക് DNA and through continuous DNA replication, DNA segment is amplified up to 1 billion copies. ഞാൻ നേരത്തെ പറഞ്ഞ DNA polymerase എൻസൈം ഉണ്ടല്ലോ, അത് ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. ആ എൻസൈം യൂസ് ചെയ്ത് നമ്മൾ PCR ടെക്നിക്കിലൂടെ കുറേ കോപ്പീസ് ഉണ്ടാക്കും. ആൻഡ് തെർമോസ്റ്റേബിൾ DNA polymerase
polymerase isolate from a bacterium. അപ്പം ഈ പറയുന്ന പ്രോസസ്സിൽ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ വേണം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ. അപ്പം സാധാരണ DNA പോളിമറൈസ് അത്രയും ഹൈ ടെമ്പറേച്ചറിൽ സസ്റ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് ഹൈലി തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്ന് എടുത്ത തെർമസ് അക്വാട്ടിക്കസ് എന്ന ഇത് ചോദിക്കുന്നതാണ് തെർമസ് അക്വാട്ടിക്കസ്. ആ ബാക്ടീരിയയിൽ നിന്ന് എടുത്ത DNA പോളിമറൈസ് അല്ലെങ്കിൽ നമ്മൾ ടാക് പോളിമറൈസ് എന്ന് പറയും. ആ ടാക് പോളിമറൈസ് ആണ് ഇവിടെ നമ്മൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഡീനാച്ചുറേഷൻ, അനിലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ, ഇങ്ങനെ 3 സ്റ്റെപ്പ് വഴിയാണ് PCR ടെക്നിക്ക് നടത്തുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഓർത്ത് വെക്കണം. ആ സ്റ്റെപ്പാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇവിടെ ഇതാ, ഐഡന്റിഫൈ ദ പ്രോസസ്, റൈറ്റ് ദ സ്റ്റെപ്പ് ഓഫ് ദിസ് പ്രോസസ്, വാട്ട് ഈസ് എ പ്രൈമർ. 3 മാർക്കിന് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ ആദ്യം നമ്മൾ കാണുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ ആണ്. ഈ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഹീറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഹൈ ഹീറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നിട്ടോ ഡീനാച്ചുറേഷൻ, ദെൻ അനീലിംഗ്, പിന്നെ എക്സ്റ്റൻഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ ഡീനാച്ചുറേഷൻ, അനിൽ എക്സ്റ്റൻഷനെയാണ്. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലൈഡ് ദാറ്റ് ആർ കോംപ്ലിമെന്ററി ടു ദ റീജിയൻസ് ഓഫ് DNA, അതിനെയാണ് നമ്മൾ പ്രൈമർ എന്ന് പറയുന്നത്. അപ്പം പ്രൈമറിൻ്റെ ഡെഫിനേഷനും കൂടെ ഓർത്ത് വെക്കുക. സോ PCR ടെക്നിക്കിൽ നിങ്ങളിത് ഓർത്ത് വെക്കണം. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? എൻസൈം എക്സ്റ്റെൻഡ് ദ പ്രൈമർ യൂസിങ് ന്യൂക്ലിയോടൈഡ് ജീനോമിക് DNA ത്രൂ ദ കണ്ടിന്യൂസ് DNA റെപ്ലിക്കേഷൻ. DNA സെഗ്മെന്റ് ഈസ് ആംപ്ലിഫൈഡ് ഇൻറ്റു 1 ബില്യൺ കോപ്പീസ്. അപ്പോൾ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് തെർമോസ്റ്റേബിൾ എൻസൈം യൂസ് ചെയ്യുന്ന ഡീനാച്ചുറേഷനിൽ. പിന്നെ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് റിമെയിൻ ആക്റ്റീവ് ഇൻ ഹൈ ടെമ്പറേച്ചർ യൂസിങ് ഡീനാച്ചുറേഷൻ ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ക്യാൻ ബി യൂസ് ടു ലിഗേറ്റ് വിത്ത് എ വെക്ടർ ഓഫ് ഫെർദർ ക്ലോണിങ്. അപ്പോൾ ആദ്യം സ്റ്റെപ്പ് 1 ഡീനാച്ചുറേഷൻ നടക്കും. സ്റ്റെപ്പ് 1 ഡീനാച്ചുറേഷനിൽ DNA സ്റ്റാൻഡ് എന്ത് ചെയ്യും? ഹൈ ഹീറ്റ് ചെയ്യുമ്പം ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്ത് അത് സിംഗിൾ സ്റ്റാൻഡേർഡായി മാറും. ഈ സിംഗിൾ സ്റ്റാൻഡേർഡിലേക്ക് പിന്നെ അനീലിംഗിൽ എന്ത് ചെയ്യും? ആദ്യത്തെ പ്രൈമർ വരും. എന്നിട്ട് ഇവിടത്തേക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ജീൻസ് അലൈൻ ചെയ്യും. അങ്ങനെ പ്രൈമർ വന്നിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ജീൻസ് അലൈൻ ചെയ്ത് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പുതിയ DNA ഉണ്ടാക്കും. പക്ഷേ ഇത് പിന്നെ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. സോ സെക്ഷൻ ഓഫ് ദി DNA ടു ബി ആംപ്ലിഫൈഡ്. ആംപ്ലിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ടാക് പോളിമറൈസ്. ആൻഡ് മൂന്നാമത്തേതിലാണ് എക്സ്റ്റൻഷൻ. അവിടെ എന്ത് ചെയ്യും? പുതിയ സെക്ടേഴ്സ് വന്ന് ജോയിൻ ചെയ്ത് DNA എന്ത് ചെയ്യും? കൂടുതലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ആദ്യം ഒരു കോപ്പി ഉണ്ടാവും. ഇത് വീണ്ടും 1 ബില്യൺ ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോപ്പീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതുപോലെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. കണ്ടോ, 30 സൈക്കിൾസ് നമ്മൾ നടത്തുന്ന സമയത്ത് 30 സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 1 ബില്യൺ ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത്രയും കോപ്പീസ് നമുക്ക് അവിടെ കിട്ടും. അതാണ് PCR നമ്മൾ കാണുന്നത്. ഇനി ഇൻസേർഷൻ ഓഫ് റീകോമിനന്റ് DNA into host cell. Several method of introducing ligated DNA into recipient. Recipient cells takes up DNA present in surrounding. Transferred into E. coli cell, host cell become ampicillin resistant. Transformed cells are spread or agar plates containing ampicillin. Only transformants will grow. Non-transformed recipient cells will be die. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് വഴി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഫോറിൻ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? അൾട്ടിമേറ്റ് എയിം ഓഫ് റീകോമിനന്റ് DNA ടെക്നോളജി ഇസ് ടു പ്രൊഡ്യൂസ് ഡിസൈറബിൾ പ്രോട്ടീൻ. ഫോറിൻ ജീൻ ഗെറ്റ് എക്സ്പ്രസ്ഡ് അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ. പ്രോട്ടീൻ എൻകോഡിംഗ് ജീൻ ഇസ് എക്സ്പ്രസ്ഡ് ഹെറ്ററോലോഗസ് ഹോസ്റ്റ്, ഇറ്റ് ഇസ് കോൾഡ് റീകോമിനന്റ് പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് വേണ്ട ഡിസൈർഡ് ജീനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ നിന്ന് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ സെൽസ് വിത്ത് ഫോറിൻ ജീൻ മേ ഗ്രോ ഓൺ എ സ്മോൾ സ്കെയിൽ ഇൻ ലബോറട്ടറി. കൾച്ചർ മേ ബി യൂസ് ടു desired protein purified by using the different separation technique. അപ്പം നമ്മുടെ ലാബിൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോട്ടീൻസോ വാക്സിൻസോ എൻസൈംസോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ലാർജ് സൈക്കിളിൽ നമുക്കിനി ഉണ്ടാക്കണം, നല്ല എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റൂ. സോ ദിസ് സെൽസ് ക്യാൻ ഓൾസോ ബി മൾട്ടിപ്ലൈഡ് ഇൻ കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം. യൂസ് മീഡിയം ഈസ് ഡ്രെയിൻഡ് ഔട്ട് ഫ്രം വൺ സൈഡ് വിത്ത് ഫ്രഷ് മീഡിയം ആഡഡ് ബൈ അതർ. ഇറ്റ് മെയിൻറ്റെയിൻ ദ സെൽസ് മോർ ഫിസിയോളജിക്കലി ആക്റ്റീവ്, സോ പ്രൊഡ്യൂസ് ലാർജർ ബയോമാസ് ലീഡിങ് ടു ഹൈ ഈൽഡ് ഓഫ് ഡിസൈഡ് പ്രോട്ടീൻ. അങ്ങനെ ഹൈ ഈൽഡിലേക്ക് കൊണ്ടുവരണം, ലാർജ് സൈക്കിളിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു എയിമിലൂടെയാണ് ബയോ റിയാക്ടർ വരുന്നത്. ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്, നമുക്ക് എൻസൈംസും പ്രോട്ടീൻസും വാക്സിൻസും ഒക്കെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനാണ് ബയോ റിയാക്ടേഴ്സ് ആർ യൂസ്ഡ്. സോ 100 to 1000 ലിറ്റേഴ്സ് നമുക്ക് കൾച്ചർ ചെയ്യാം. ബയോ റിയാക്ടേഴ്സ് ആർ വെസൽസ് ഇൻ വിച്ച് റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു സ്പെസിഫിക് പ്രോഡക്റ്റ്, എൻസൈംസ് എക്സെട്ര യൂസിങ് മൈക്രോബിയൽ പ്ലാന്റ്, ആനിമൽ ഓർ ഹ്യൂമൻ സെൽ. അതുപോലെ തന്നെ ബയോ റിയാക്ടർ പ്രൊവൈഡ് ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ, ടെമ്പറേച്ചർ, pH, substrate, salt and achieving the desired product.
പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നിടത്തെ pH കൺട്രോൾ ചെയ്യാൻ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം, എന്തൊക്കെയാണ് ആ ഓക്സിജൻ വേണ്ടത് അത് കൺട്രോൾ ചെയ്ത് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. സോ 2 തരത്തിലാണ് ബയോ റിയാക്ടേഴ്സ് ഉള്ളത്. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും അതുകൂടാതെ തന്നെ സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും. അപ്പം ആദ്യത്തെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഒരു ബയോ റിയാക്ടറിലുള്ളത്. മേലെ ഒരു അജിറ്റേഷൻ സിസ്റ്റം ഉണ്ട്, സിസ്റ്റം മോണിറ്ററിംഗ് ഉണ്ട്, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, തെർമൽ ജാക്കറ്റ് ഉണ്ട്, ഈ കിട്ടുന്ന സാധനത്തെ പുറത്തോട്ട് എടുക്കാൻ എഫ്ലുവൻറ്റ് ഉണ്ട്, ഫീഡിങ് പമ്പ്, ഓക്സിജൻ ഒക്കെ കറക്റ്റായിട്ട് മാനേജ്, ഗ്യാസ് പാർജിങ് ഉണ്ട്, പിന്നെ പ്രഷർ കൺട്രോളർ ഉണ്ട്, റിയാക്ടർ ടാങ്ക് ഉണ്ട്, സബ്മേർജ്ഡ് എയറേറ്റർ ഉണ്ട്, പ്രോപ്പറായിട്ട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പം ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ടാങ്ക് പോലെയുള്ള സാധനമാണ് നമ്മുടെ ബയോ റിയാക്ടർ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയോ റിയാക്ടേഴ്സ് ആർ സ്റ്റിർഡ് ടൈപ്പ് ബയോ റിയാക്ടർ. Stirred type bioreactor, it is usually cylindrical or with a curved base to facilitate mixing of reactor content. Stirrer facilitate even mixing and oxygen availability. Alternatively, air can be bubbled through the reactor. അപ്പോൾ പ്രോപ്പറായിട്ട് ഓക്സിജൻ കൊടുക്കുന്ന എയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇത് ആക്ട് നടക്കുന്നു. ഇനി ഒരു ബയോ റിയാക്ടറിൽ എന്തൊക്കെയുണ്ട്? അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ട്, ഓക്സിജൻ ഡെലിവറിങ് സിസ്റ്റം ഉണ്ട്, ഫോം കൺട്രോൾഡ് സിസ്റ്റം ഉണ്ട്, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, pH കൺട്രോൾ സിസ്റ്റം ഉണ്ട്, സാമ്പിളിംഗ് പോർട്ട്, പീരിയോഡിക് വിഡ്രോവൽ, കൾച്ചറിൽ പീരിയോഡിക് ആയിട്ട് വിഡ്രോ ചെയ്യാനുള്ള സാമ്പിളിംഗ് പാർട്ട് നമുക്കവിടെ കാണാൻ പറ്റും. ഇനി ഈ ബയോ റിയാക്ടറിൽ നിന്നും പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീരീസ് ഓഫ് പ്രോസസ് സച്ച് ആസ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് ആഫ്റ്റർ ബയോസിന്തറ്റിക് സ്റ്റേജ്. Product is formulated with suitable preservative. Such formulation undergo through clinical trial as in case of drug. Strict quality control testing for each product is also required. So downstreaming processing and quality control testing vary from product to product. But downstreaming process എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഡക്റ്റ്, വാക്സിൻ ആയിക്കോട്ടെ, ആൻറ്റിബയോട്ടിക്സ് ആയിക്കോട്ടെ, ഇതുണ്ടാക്കി നേരെ നമുക്ക് കമേഴ്ഷ്യലായിട്ട് പുറത്തു കൊടുത്തുകൂടാ. അപ്പം അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ പ്യൂരിഫിക്കേഷൻ നടത്തി അത് നമ്മൾ ടെസ്റ്റൊക്കെ നടക്കും. അപ്പോൾ ടെസ്റ്റ് റണ്ണൊക്കെ ചെയ്ത് ഈ പ്രോഡക്റ്റ് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, അതിലെന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ഇനി അത് ക്ലിനിക്കലി എത്രത്തോളം ആക്റ്റീവാണ് എന്നുള്ള എല്ലാ ക്വാളിറ്റി കൺട്രോൾ ചെക്കിങ്ങും നടത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് വേരി ഫ്രം പ്രൊഡക്റ്റ് ടു പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റ്, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്, വാക്സിൻ അല്ലെങ്കിൽ എൻസൈം, ഓരോന്നിനും ഓരോ തരത്തിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളത് കമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇതാ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. സീരീസ് ഓഫ് പ്രോസസ് ബിഫോർ ഇറ്റ് ഈസ് റെഡി ഫോർ മാർക്കറ്റിംഗ് അറ്റ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ദ പ്രോസസ് ഇൻക്ലൂഡ് സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ. പ്രൊഡക്റ്റ് ഹാസ് ടു ബി ഫോർമുലേറ്റഡ് വിത്ത് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ് ത്രൂ ക്ലിനിക്കൽ ട്രയൽ ആസ് ഇൻ കേസ് ഓഫ് ഡ്രഗ്. സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ഫോർ ഈച്ച് പ്രോഡക്റ്റ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വഴിയുള്ളത്, observe the nucleotide sequence given below. Name the kind of nucleotide sequence. Define this sequence. GAATDs കാണുന്നുണ്ട്. ഈ സീക്വൻസിനെ നമ്മൾ എന്താ പറയുന്നത്, പാലിൻഡ്രോമിക് സീക്വൻസ് എന്നാണ് അല്ലേ. സോ പാലിൻഡ്രോമിക് സീക്വൻസ് ഇൻ DNA is a sequence of base pairs read same on the two strand in the same direction. 2 ഡയറക്ഷനിൽ നിന്ന് നോക്കിയാലും ഒരേ പേര് കാണുന്നതിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഡിഫൈൻ പാലിൻഡ്രോം ഇൻ DNA. ഇല്ലസ്ട്രേറ്റ് ഹൗ ഇക്കോ കാർബൺ കട്ട് ഇൻ ഗിവൺ ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റിക്കി എൻഡ്സ് ഓൺ DNA. പാലിൻഡ്രോം സീക്വൻസ് എന്താ നമ്മൾ പറഞ്ഞു. ഇക്കോ കാർബൺ എന്താ ചെയ്യുന്നത്, ബേസ് പെയർ ആയിട്ടുള്ള GA ആൻഡ് A ഇൻ ദ സീക്വൻസിൽ പോയിട്ടാണ് കട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ സ്പെസിഫിക് സൈറ്റ് ഓർത്ത് വെക്കണം. ഇക്കോ കാർബൺ കട്ട് ചെയ്യുന്ന സൈറ്റ് Gൻ്റെ Aൻ്റെ ഇടയിലാണ്. സ്റ്റിക്കി എൻഡ്സ് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ദി ജോയിനിങ് ഓഫ് ദി കട്ട്സ് അല്ലേ. ഈ ഈസി ജോയിനിങ് ഓഫ് കട്ട്സ് ഓഫ് DNA, ആ കട്ട് ചെയ്ത ഭാഗം പെട്ടെന്ന് ലിഗേസിന് ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റിക്കി എൻഡ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഫങ്ഷൻസ് ആൻഡ് പേർപ്പസ് ഓർത്ത് വെക്കുക. പിന്നെ ഇതാ ബയോ റിയാക്ടർ എന്നുള്ള ചോദ്യം. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഫിഗർ. റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഇതാണ് നമ്മുടെ സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ. ലാർജ് വോള്യൂംസിൽ നമുക്ക് കൾച്ചർ ചെയ്യാം. പ്രോപ്പർ ടെമ്പറേച്ചർ, ഓക്സിജൻ, എയർ ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് ഓൾസോ ക്വാളിറ്റി കൺട്രോൾ ചെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് ലാർജ് വോളിയത്തിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. ഇനി വിച്ച് ഈസ് ദ തെർമോസ്റ്റേബിൾ എൻസൈം യൂസ്ഡ് ഇൻ PCR. നെയിം ദ ബാക്ടീരിയം ഫ്രം വിച്ച് ദ എൻസൈം ഐസൊലേറ്റഡ്. നമ്മളിപ്പം
പറഞ്ഞതേ ഉള്ളൂ എന്താണ് PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. സാധാരണ യൂസ് ചെയ്യുന്ന DNA പോളിമറൈസിന് പകരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം വ്യത്യാസമുണ്ട്. ആൻഡ് അത് ബാക്ടീരിയയിൽ നിന്ന് ഏത് ബാക്ടീരിയയിൽ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് നമുക്ക് എക്സാമിനുണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ക്വസ്റ്റ്യൻ വരുന്നതാണ്. ആൻഡ് ഇത് കഴിഞ്ഞ് ആപ്ലിക്കേഷനും ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ 2 ചാപ്റ്ററിൻ്റെയും 1 ഷോട്ട് റിവിഷനായിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. 30% ഓഫറിൻ്റെ കാര്യം മറക്കണ്ട. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. അഗ്നി ബാച്ചിൽ നല്ല രീതിയിൽ റിവിഷൻ നടത്തി എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. സോ ബൈ.